സെക്സ് എന്നുള്ളത് പലപ്പോഴും ആളുകൾ പറയുന്നത് രാത്രി മാത്രം സംഭവിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ എങ്ങനെയാണെന്നോ അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കേണ്ടത് എന്നുള്ളതോ പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. സെക്സ് എന്ന് പറയുന്നത് രാവിലെ ചായ ഇടുമ്പോ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് അത് രാത്രി അവസാനിക്കേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു ഫാക്ടർ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ചോദിക്കും, എന്താ രാവിലെ ഒരു ദിവസം മുഴുവൻ അതിന് വേണ്ടി ചെലവഴിക്കുകയാണോ, പുറത്ത് ജോലിക്കൊന്നും പോകണ്ടേ എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. സെക്സ് എന്ന് പറയുന്നത് ഒരു ഫീലിങ്ങോട് കൂടെ തുടങ്ങേണ്ട സംഭവമാണ്. അതായത് ആ രാവിലെ ചായ ഇടുന്ന സമയത്ത് അവർ പരസ്പരം സംസാരിക്കുക, അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ വരിക, അവര് അവരുടെ ഇഷ്ടങ്ങൾ പറയുക, അവരുടെ ദിവസം ഇനി എങ്ങനെയാണ് കടന്നു പോകാൻ പോകുന്നത്, അങ്ങനെ ആ ഒരു രീതിയിൽ പരസ്പരം സ്നേഹം പങ്കുവെക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് ഈ ഒരു സെക്സിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത്. കാരണം പലപ്പോഴും ആളുകളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അവരുടെ ആ ബിസി ലൈഫ് ഷെഡ്യൂൾ കഴിയും, രാവിലെ സ്കൂളിൽ കുട്ടികളെ വിടാൻ പോകുന്നു, ഹസ്ബൻഡ് വേറെ ജോലി തിരക്ക്, അത് കഴിഞ്ഞ് അവര് ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വന്ന് റൂമിൽ വന്ന് നേരെ സെക്സിൽ ഏർപ്പെടുന്നു, രണ്ടുപേരും തിരിഞ്ഞ് വേറൊരു രീതിയിൽ കിടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ നമ്മളുടെ നാടുകളിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതൊരു ഡെയിലി റൂട്ടീന്റെ ഭാഗമായി ഇതില് കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വരും. കുറച്ച് കഴിഞ്ഞ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിനോട് താല്പര്യം ഇല്ലാതെയാവും. ഇതെന്താ, ഞാനൊരു ടോയ് ആണോ എന്നുള്ള തോന്നൽ, ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു ഭോഗവസ്തു ആണോ എന്ന് പോലും പല പേഷ്യൻസിനോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. ഈ താല്പര്യക്കുറവിന്റെ വലിയ കാരണം എന്ന് പറയുന്നതും ഈ ഒരു സംഭവമാണ്. അതേപോലെ പുരുഷന്മാർക്ക് ഇതെന്താ എന്നും ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അധികവും ഇത് സംഭവിക്കുന്നു, ചിലപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ അത് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്കാണ്. കാഷ്വൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് നൈറ്റിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, പക്ഷെ നേരെ മറിച്ച് അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ലൈവ്ലിനെസ് അതിൽ ഉണർവുകൾ ഉണ്ടാക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ ബൗണ്ടറീസ് അവർക്കറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാര്യമായിട്ട് ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും പാർട്ട്ണറിന്റെ കൺസെന്റ് ഇല്ലാതെ അവരെ തൊടരുത് അല്ലെങ്കിൽ അവരെ സ്പർശിക്കരുത് എന്നുള്ളതാണ്. അത് ചിലപ്പം ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. ഈ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ് അവരെ നിക്കാഹ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒന്ന് ഉമ്മ വെച്ചു എന്നുള്ളതാണ് ഹസ്ബൻഡുമായിട്ട് അവർക്ക് മാനസികമായിട്ട് അകൽച്ച തോന്നാനുള്ള ഒരേ ഒരു കാരണം. കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര തമാശ, എന്താ അപ്പൊ ഞാൻ എൻ്റെ വൈഫിനെ എനിക്കൊന്ന് ഉമ്മ വെച്ചൂടെ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷെ അതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, സ്ത്രീകൾക്ക് പൊതുവെ ഈ ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു സെക്സ് എന്നുള്ള രീതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് കണക്ഷൻ ഇല്ലാത്തടത്തോളം കാലം അത് അവർക്ക് ഭയങ്കര പെയിൻഫുള്ളും അല്ലെങ്കിൽ അവർക്കത് ഒരിക്കലും മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ പൊതുവെ സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം വരാറുള്ളത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറയും, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുതിയ ഇന്നോവേഷൻ തുടങ്ങണം എന്ന് വിചാരിച്ച് പാർട്ട്ണറിന്റെ പെർമിഷൻ ഇല്ലാതെ, പാർട്ട്ണറിന് അതിന് താല്പര്യം ഇല്ലാതെയാണ് നിങ്ങളൊരു പൊസിഷനോ അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ സെക്സ് ലൈഫിന്റെ അവസാനമായിരിക്കും. കാരണം ഒരിക്കലും പിന്നീട് ആ ഒരു സേഫ്റ്റി, ആ ഒരു സെക്യൂരിറ്റി ആ ഒരു പാർട്ട്ണറിനെ നിങ്ങളോട് ഫീൽ ചെയ്തോളണം എന്നില്ല. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെങ്ങനെയാണ്, അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ജെൻഡർ അതായത് വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് എന്നുള്ളത് മാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു പ്രോസസ്സിലേക്ക് പോവാൻ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസെന്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് അവർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും ഇൻഫെക്ഷൻസ് അതേപോലെ മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം പലപ്പോഴും ലൂബ്രിക്കൻ്റ് അവിടെ ഇല്ലാത്ത ചില സ്ത്രീകളിൽ പറയാറുണ്ട്, അവർക്ക് ആ ലൂബ്രിക്കേഷന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ അത് മാനിക്കാതെ ഒരു സെക്സിലേക്ക് കടന്നു പോവുകയും ഭയങ്കര പെയിൻഫുള്ളായി അവർ പിന്നീട് സമ്മതിക്കാത്തൊരവസ്ഥ വരെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ലൂബ്രിക്കേഷൻ ഇല്ല എന്നാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജെല്ല് യൂസ് ചെയ്യുക എന്നുള്ളത്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന ജെല്ലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. കാരണം ചിലർ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പൊ അത് പല രീതിയിലുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് സെക്സിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ്. ആ പെനട്രേഷൻ പെട്ടെന്ന് നടത്തുക, അതായത് അവർ തമ്മിലുള്ള ഒരു ഫോർ പ്ലേ ഒന്നും ഇല്ലാതെ പെനട്രേഷൻ പെട്ടെന്ന് നടത്തുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ലൂബ്രിക്കേഷന്റെ കുറവ്, മാനസിക കണക്ഷൻ ഇല്ലാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 5 എന്ന് പറയുന്നത് പാർട്ട്ണറിന് എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ അഭിസംബോധന ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സെക്സിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.